വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ശരീരം മുഴുവനുള്ള ഒരു ചുട്ടുപുകച്ചിൽ, അതായത് ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയും. അപ്പോൾ ആ ഒരു കണ്ടീഷനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു, ചില പൊടിക്കൈകളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെയും കാണുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ആർത്തവ വിരാമം എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു 50 വയസ്സിന് ശേഷമൊക്കെയാണ് സ്വാഭാവികമായിട്ടുള്ള ആർത്തവ വിരാമം സംഭവിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൊണ്ട് നമുക്ക് പല സർജറീസും കാര്യങ്ങളും കൊണ്ടാണ് ഒരുപാട് പേർക്ക് ഇങ്ങനെ ആർത്തവ വിരാമം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഈസ്ട്രോജൻ്റെ ഹോർമോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺസിൻ്റെ ഒക്കെ നമ്മുടെ ഓവറീസ് ആ ഒരു പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതാണ്. അപ്പോൾ അത് മൂലമാണ് നമുക്ക് ഈ ഒരു മെനോപോസസും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അതിൽ നമുക്ക് പലവിധ ലക്ഷണങ്ങളുണ്ട്. ഒരു ലക്ഷണം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണമാണ് ഈ ഒരു ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത്. മറ്റ് പല ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിൽ ഉറക്കക്കുറവ് സംഭവിക്കുന്നതാണ് മറ്റൊരു പ്രശ്നമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക, സ്വിങ്സ് സംഭവിക്കുന്നു. മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, പ്രത്യേകിച്ച് കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക. അതുപോലെ നല്ല മൂഡിലായിരിക്കും ഒരുപക്ഷെ ഇരിക്കുന്നുണ്ടാകുന്നത്, പക്ഷേ പെട്ടെന്നൊരു സെക്കൻഡ്സിൽ തന്നെ നമുക്ക് അവർക്ക് മൂഡ് ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ ഇതാണ് മൂഡ് സ്വിങ്സ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ അവർക്ക് വരുന്നത് നമുക്ക് വജൈനൽ ഡ്രൈനെസ് വരാറുണ്ട്. അതിന് കാരണം നമ്മുടെ ഈ ഒരു ഹോർമോണൽ ഈസ്ട്രോജൻ ഹോർമോൺ കുറയുമ്പോൾ വജൈനൽ ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും അവർക്ക് തോന്നാറുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ അവർക്ക് ഒരു നീറ്റൽ പോലെയോ ചുട്ടുപുകച്ചിൽ പോലെയോ ഒക്കെ അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഹോട്ട് ഫ്ലാഷസ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് കാരണങ്ങളില്ലാണ്ട് നമുക്ക് ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ റേസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾക്ക് ശരീരം മുഴുവൻ ഒരു ചുട്ടുപുകച്ചിൽ പോലെ തോന്നും. പ്രത്യേകിച്ച് നമുക്ക് അപ്പർ ബോഡി പാർട്സിലായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. പ്രത്യേകിച്ച് ചെസ്റ്റ്, അതുപോലെ നെക്ക്, ഫേസ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലായിരിക്കും ഇത് വരുന്നത്. അതേപോലെ തന്നെ കുറച്ച് നല്ല ഫെയർ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കത് പ്രകടമായിട്ട് ഒരുപക്ഷെ റെഡിഷ് കളറിലൊക്കെ നമുക്ക് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ആ ഒരു ചൂടിൻ്റെ ആഘാതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇത് ഫുള്ളായിട്ട് നമുക്ക് സ്വെറ്റ് ചെയ്ത് പോകുന്ന പോലെ, വല്ലാണ്ട് ശരീരം വിയർത്ത് അത് മാറുന്നത് പോലെയും വരാറുണ്ട്. അപ്പോൾ സ്വെറ്റ് ഇടയ്ക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ള് ദേഹം മുഴുവൻ സ്വെറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നതും ഈ പറഞ്ഞിട്ടുള്ള മെനോപോസൽ സിംറ്റമായിട്ട് തന്നെ വരുന്നതാണ്. നമുക്കിതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് സ്പൈസി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സ്പൈസി ഫുഡ്സ് എന്ന് പറയുമ്പോൾ അച്ചാറ്, അതുപോലെ പുളി അധികമായിട്ടുള്ളത്, എരിവ് അധികമായിട്ടുള്ളത്, മസാല അധികമായിട്ടുള്ളത് തുടങ്ങിയവ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു നമുക്കൊരു ഹീറ്റ് പ്രൊഡക്ഷൻ നമുക്ക് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഹോട്ട് ഫ്ലാഷസും കൂടി ഉള്ളപ്പം നമുക്ക് ഈ ഒരു കണ്ടീഷൻ വർദ്ധിക്കുവാനേ അത് സഹായിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ശീതവീര്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. കൂടുതലായിട്ടുള്ള ഉഷ്ണവീര്യം ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കണ്ടീഷൻസിനെ നമുക്ക് വർദ്ധിപ്പിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പൈസി ഫുഡ്സും കാര്യങ്ങളും പുളി, ഉപ്പ് തുടങ്ങിയവയൊക്കെ അളവുകളൊക്കെ നമുക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ നന്നാറി അല്ലെങ്കിൽ നറുനീണ്ടി എന്നുള്ള ആ ഒരു ഇത് കിട്ടും, നമുക്ക് അങ്ങാടിക്കടയിൽ കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാമച്ചം നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ രാമച്ചമോ അല്ലെങ്കിൽ നന്നാറിയോ അതോ അല്ലെങ്കിൽ ഇരട്ടി മധുരം കിട്ടുകയാണെങ്കിൽ അതും ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഈ 3 ഡ്രഗ്സിൽ ഏതെങ്കിലും ഒരു ഡ്രഗ് ഇട്ടിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ നമുക്ക് കുളിക്കുന്ന വെള്ളത്തിലും ഇതുപോലെ തന്നെ നമുക്ക് രാമച്ചം ഇട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം തണുത്തതിന് ശേഷം ആ ഒരു വെള്ളം കൊണ്ട് നമുക്ക് ധാര കോരുന്നത് ഈ ഒരു കാര്യത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കഴിക്കാൻ സാധിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് പച്ചക്കറികളിലും ഇലക്കറികളും ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എല്ലാ ഇലക്കറികളും നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് പച്ചക്കറികളിൽ നമുക്ക് കുമ്പളങ്ങ, വെള്ളരിക്ക, കുക്കുംബർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭക്ഷണത്തിന് ഇൻക്ലൂഡ് ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ ഫ്രൂട്ട്സിൽ നമുക്ക് എല്ലാ ഫ്രൂട്ട് ഐറ്റംസും കഴിക്കാം. പ്രത്യേകിച്ച് വാട്ടർമെലനൊക്കെ ഇതിന് ഏറ്റവും നല്ലതാണ്. എങ്കിലും സിട്രസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, ഓറഞ്ചൊക്കെ നിങ്ങൾ ഈ ഒരു ടൈമിൽ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി തീക്ഷ്ണമായിട്ടുള്ള രീതിയിലാണ് അത് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കഴിക്കാൻ സാധിക്കുന്നത് പാല് കഴിക്കുന്നത്
വരുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ഒരു സമയത്ത് പാല് കഴിക്കാവുന്നതാണ്, മോരാക്കിയിട്ട് കഴിക്കാവുന്നതാണ്, അതുപോലെ പച്ചമോരാക്കിയിട്ടോ അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. അതും ശരീരത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോയ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ്. കാരണം സോയാബീനിന് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫൈറ്റോ ഈസ്ട്രോജൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ ആ ഒരു അതേ കണ്ടന്റ് ആണ് ഇതിലും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സോയ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു മെനോപോസൽ എല്ലാ സിംറ്റംസിനും വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു ഹോട്ട് ഫ്ലാഷസിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഉറക്കക്കുറവിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ സോയാബീനോ അല്ലെങ്കിൽ സോയ അടങ്ങിയിട്ടുള്ള പല പ്രൊഡക്ട്സ് ഉണ്ട്, സോയ മിൽക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കുന്ന പൊടിക്കൈകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയുർവേദ മെഡിസിനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ഡ്രഗ്സ് ഞാനിവിടെ പറയാം. അതിലേറ്റവും ആദ്യമായിട്ട് വരുന്നത് ശതാവരിയാണ്. അപ്പോൾ ശതാവരി നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ശതാവരി ചൂർണം ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു മെനോപോസൽ കണ്ടീഷൻസിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ 1 ടീസ്പൂൺ ശതാവരി ചൂർണം എടുത്തിട്ട് അത് നന്നായിട്ട് പാലിലിട്ടിട്ട് നന്നായി തിളപ്പിച്ച് കുറുക്കിയിട്ട് അത് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ നമുക്ക് കൂവപ്പൊടി അല്ലെങ്കിൽ കൂവ എന്ന് പറയും. അപ്പോൾ കൂവ വിരകി വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കൂവ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പാലിലിട്ടിട്ട് കുറുക്കിയിട്ട് കഴിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ പാലിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കര ആഡ് ചെയ്യുകയോ, അല്ലെങ്കിൽ പാല് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് സാധാരണ വെള്ളത്തിൽ നമുക്ക് നല്ല ചൂടുവെള്ളത്തിൽ അത് 1 ടീസ്പൂൺ കൂവ നിങ്ങൾ എടുത്താൽ മതിയാവും. അപ്പോൾ അതെടുത്ത് 2 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരിച്ചെടുത്തതിന് ശേഷം ആ ഒരു വെള്ളം നിങ്ങൾക്ക് ഈ ഒരു ചൂടുവെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറുക്കുക. അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ നിങ്ങൾക്ക് മറ്റേ പാലിന് പകരമായിട്ട് തേങ്ങാപ്പാൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്കൊരു 4 മണി സമയത്ത് പലഹാരമായിട്ടോ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അത് കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ്. അതുപോലെ ശരീരത്തിലുള്ള അമിത ചൂട്, മൂത്രത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, വജൈനൽ ഇൻഫെക്ഷൻസിന് മാറാൻ വേണ്ടിയിട്ട്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മെനോപോസൽ സിംറ്റംസിനും ഒക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഇത് ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നാച്ചുറലായിട്ട് നമുക്ക് ഈ ഒരു കാൽസ്യം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കണ്ടൻറ്റും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൂവയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു മെനോപോസൽ സിംറ്റംസിൽ ഇത്രയും പ്രയോജനകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ അശ്വഗന്ധ ചൂർണം നമുക്ക് യൂസ് ചെയ്യാം, അമുക്കുരത്തിൻ്റെ പൊടി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബ്രഹ്മി നല്ലതാണ് ഈ ഒരു സമയത്ത് ഇത് കഴിക്കുന്നതിൽ, ബ്രഹ്മി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് നമുക്ക് നിത്യജീവിതത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ മറ്റ് ആയുർവേദ കഷായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതും. ഇന്ദുഗാന്ധ കഷായമുണ്ട്, ഗന്ധർവസ്ഥാതി കഷായമുണ്ട്, സുകുമാര കഷായമുണ്ട്, അതുപോലെ സുകുമാര ഗുളമുണ്ട്, ശതാവരി ഗുളമുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ത്രിഫല ചൂർണ്ണമുണ്ട്. അപ്പോൾ ത്രിഫല ചൂർണ്ണമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഈ ഒരു ത്രിഫല ചൂർണ്ണം ഒരു ടീസ്പൂൺ പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് രാത്രിയിൽ കുടിച്ചിട്ട് കിടക്കാവുന്നതാണ്. അപ്പോൾ അത് നാച്ചുറൽ ആയിട്ടുള്ള ശോധനയും അതേപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലവിധ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും അടുത്ത ഞാനൊരു ത്രിഫല ചൂർണ്ണത്തിൻ്റെ ഇമ്പോർട്ടൻസിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുമാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ചൂട് മാറ്റാൻ വേണ്ടിയിട്ട്, ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റ് കഷായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ മനസ്സാണ്. അപ്പോൾ നമുക്ക് മനസ്സിൽ നമുക്ക് യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളും ഈ ഒരു ടൈമിൽ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം എപ്പോഴും നമുക്ക് മാനസികമായിട്ടുള്ളൊരു തോന്നലാണ് നമ്മുടെ ഉള്ളിലേക്ക്. നാച്ചുറലായിട്ട് നമുക്ക് ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ചൂട് വർദ്ധിക്കുന്നുവെങ്കിലും ആ ഒരു കണ്ടീഷനെ നമ്മൾ കൂട്ടുന്നത് നമ്മളുടെ ഓവർ ടെൻഷനും ഓവർ സ്ട്രെസ്സും, എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് എന്താണ് ഈ എപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ചൂടാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അമിതമായ രീതിയിൽ ഇത് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെൻ്റൽ ഹെൽത്തും ഇതിന് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മനസ്സിനെ ഒരു ശാന്തമാക്കി കാമാക്കിയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്, കണ്ടീഷനാണെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വിഷയവുമായിട്ട് കാണാം. നന്ദി.